എല്ലാം കൊള്ളാം, പക്ഷെ കുട്ടിയുടെ ചിരി കാണാൻ ഒരു ഭംഗിയില്ല. പെണ്ണിനെ കണ്ടാലറിയാം, മഹാവായാടിയാ. ദൈവന് പറ്റിയ ഉയരമില്ല. ഇടത്തെ ചെവിയേക്കാളും ഒത്തിരി വലുതാ വലത്തെ ചെവി. ഏത് വീടാ? പെണ്ണ് റെഡിയായോ? ഓ, നമ്മുടെ വീടെത്തിയോ? അമ്മേ, ഇന്ന് നല്ല കനത്ത പോളിംഗ് ആയിരുന്നു അമ്മേ. 3 ഡിസ്ട്രിക്റ്റുകളിലായിട്ട് 7 വീടാ കവർ ചെയ്ത്. എന്നിട്ട് ഒരെണ്ണമെങ്കിലും ശരിയായോ? അത് പറ. ചിലതൊക്കെ കിട്ടി, കിട്ടിയില്ല അല്ലേ? പക്ഷെ അവസാന നിമിഷം കൈവിട്ടു പോയി. അമ്മേ, ഒരു പെൺകുട്ടി ശരിക്കും ഒത്തു വന്നതാ. കാണാൻ സുന്ദരി, നല്ല തറവാടും. പക്ഷേ അവളുടെ മുടി കണ്ടപ്പോ എനിക്ക് ചെറിയൊരു സംശയം. അറിയാത്ത പാവത്തിലെ ഞാനതങ്ങ് പിടിച്ചു വലിച്ചു. അപ്പതേ കിടക്കുന്നു. എന്താ ഇത്ര നീളത്തിലുള്ള തിരുപ്പനെ? അതെ, ഒന്ന് ചോദിച്ചോട്ടെ, ഇതിപ്പോ മലയാളി കുട്ടികൾ തന്നെ വേണമെന്നുണ്ടോ? അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലൊന്ന് അന്വേഷിക്കായിരുന്നു? അല്ല, കേരളത്തിലെ വീടുകളിൽ നിന്ന് കിട്ടുന്ന ലഡു, കായവറുത്ത് മുതലായ സാധനങ്ങൾ തിന്ന് മടുത്തു. അഖിലേന്ത്യ ആവുമ്പോ എന്തെങ്കിലും പുതിയ പലഹാരങ്ങൾ തിന്നാൻ കിട്ടുമല്ലോ. എല്ലാ വീട്ടിലും ചാടിക്കയറി അവര് തരുന്ന ലഡുവും കായ വറുത്തൊക്കെ തിന്നാനേ ഇയാളോട് ആരാ പറഞ്ഞേ? വീട്ടുകാർ തന്നെ തിന്നണ്ടേ? അല്ലെങ്കിൽ അവരെന്ത് കരുതും? മതി സംസാരം നിർത്ത്. അമ്മേ, അമ്മയുടെ കുഴമ്പ് ലേശം വേണ്ടി വരും. ഒന്ന് തേച്ച് തിരുമ്മി കുളിക്കണം. ലേശം കുഴമ്പ് വേണമെങ്കിൽ ചേച്ചി കിട്ടോ. നാളെ കാലത്ത് പരിപാടി പിന്നെയും തുടങ്ങാനുള്ളതല്ലേ? പറയുന്നതിലൊന്നും തോന്നരുത് ചേച്ചി. മാധവേട്ടൻ മരിക്കുന്നതിന് 10 കൊല്ലം മുമ്പ് വാങ്ങിയതാണ് ഈ കാറ്. ആ 10 കൊല്ലം തോട്ടം ഈ കഴിഞ്ഞ 10 ദിവസം കൊണ്ട് ഓടി. ഇപ്പൊ കാറിനും വയ്യ, എനിക്കും വയ്യ. ഒരു 2 ആഴ്ചത്തെ ലീവ് വേണം, കിട്ടിയേ പറ്റൂ. അതിപ്പോ വൃക്ഷത്തിന് മുമ്പ് കല്യാണം നടക്കണമെങ്കിൽ ഇല്ല, ഈ വൃക്ഷത്തിൽ നിന്നല്ല, ഈ നൂറ്റാണ്ടിൽ ഒരു വൃക്ഷത്തിലും വേണ്ട. ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ട് അറമ്പറ്റണ്ട. എനിക്ക് എന്തായാലും ലീവ് വേണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു. എങ്കിൽ പിന്നെ ചന്ദ്രൻ മരിച്ചിട്ട് വാ, എന്നിട്ട് ലീവ് തരാം. ഒരു ദിവസം നിങ്ങളൊക്കെ പത്രത്തിൽ വായിക്കും, അമിതമായി ലഡുവും കായവറുത്തവും ഭക്ഷിച്ച് ഡ്രൈവർ ചന്ദ്രൻ അന്തരിച്ചു. ഹലോ, ആ ചേച്ചിയോ? അയ്യോ, തീരെ വയ്യ ചേച്ചി. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പ്ലീസ്, ഇന്ന് എന്തായാലും വേണ്ട. അല്ലെങ്കിലും നമ്മൾ ഒരുമിച്ചുള്ള പെണ്ണ് കാണാൻ പോക്ക് അത്ര ലക്കല്ല. ഇന്ന് എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ മാത്രമായിട്ടൊന്ന് പോയിട്ട് വാ. മാത്രമല്ല, പെണ്ണ് കണ്ട് കൊള്ളാവുന്ന പെണ്ണേത് കൊള്ളാത്ത പെണ്ണേതെന്ന് തിരിച്ചറിയാനുള്ള എന്റെ കഴിവൊക്കെ നഷ്ടപ്പെട്ടു പോയി ചേച്ചി. അല്ലല്ല, അത് മതി. ആ ദീപേട്ടാ, ഓടി വാ, സംഗതി ഒത്തു. എന്താ? ഒന്നിങ്ങോട്ട് അറിയുവാ എന്റെ ദീപു. ആ കമ്പിയൊക്കെ എടുത്ത് അകത്തിട്ടേക്ക്, ഞാൻ ദാ വരുന്നു. ദീപു ഉഗ്രം തറവാട്, ഉഗ്രം പെണ്ണ്. ദീപുവിന്റെ എല്ലാ പെങ്ങന്മാർക്കും പിടിച്ചു, എനിക്കും പിടിച്ചു. ആരെ? എടോ, ഇന്ന് ഞങ്ങള് കാണാൻ പോയ പെങ്കൊച്ചില്ലേ, അവളുടെ കാര്യ പറഞ്ഞേ. നല്ല നെയ്വേലി ഹലുവ പോലത്തെ പെണ്ണ്. നെയ്വേലി ഹലുവ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ഈ പെണ്ണിനെ കണ്ടാ പിന്നെ നെയ്വേലി ഹലുവ കാണേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കടയിലാരും വേണ്ടേ? ചന്ദ്രേട്ടൻ വന്ന് സംഗതി പറഞ്ഞപ്പോ ഈ കടയിലെ കാര്യത്തൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഈ കാര്യം. പുതിയ പാന്റും ഷർട്ടും കാരണത്തുണ്ട്, ഇവിടെ നിന്ന് മാറ്റുന്നു, കടയിൽ പോയി മാറ്റുന്നു. ഞാനിപ്പോ എങ്ങോട്ടേക്കില്ല. അതല്ല ദീപു, കുട്ടിയുടെ വീട് പുന്നക്കാട്ട. പക്ഷെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഇപ്പൊ ആ കുട്ടി ടൗണിൽ ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ട്. ഇവിടെ രമേശ നോക്കി നിൽക്കുന്ന ആ പാന്റ് ഷർട്ട് എടുത്ത് കൊടുക്കടാ. പുതിയ ഷൂ വാങ്ങിച്ചിട്ടുണ്ട് ദീപേട്ടാ. പഴയ ഷൂ തീരെ ലക്കില്ലാത്ത, അതിട്ട് 10-20 പെണ്ണ് നോക്കിയിട്ട് ഒന്നും ശരിയായില്ലല്ലോ. അങ്ങനെ ഇപ്പൊ ഓടിച്ചാടിച്ചെന്ന് പെണ്ണ് കാണേണ്ട കാര്യമൊന്നുമില്ല. ദീപേട്ട വിശദമായ പെണ്ണ് കാണൽ പിന്നീടാവാം, ഇപ്പൊ ജസ്റ്റ് ഒന്ന് കാണാം. ഞങ്ങൾക്ക് കണ്ടിട്ട് അഭിപ്രായം പറയാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ. ദീപാണ് ചെക്കൻ അവരറിയണ്ട, അപ്പൊ ഡ്രസ്സും മാറണ്ട, ദൂരെ നിന്നും കാണാ പോരാ. എന്താ? അങ്ങനെയാണെങ്കിൽ ആ ചാവിഞ്ഞോണ്ടാ വണ്ടി കയറ്.
അല്ല വാ അത് തന്നെ. ആ ചുരിദാർ ഇട്ടതോ? അതല്ലടാ, ആ പാന്റ് ഷർട്ട് ഇട്ട്. കൊള്ളാം, ആ കുട്ടി കൊള്ളാം അല്ലേ? അതെ, എന്നെ അവര് കാണണ്ട. അങ്ങോട്ട് പറയിക്കാം. എങ്ങനെയുണ്ട് മോനെ ദീപു? ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. എന്നോടല്ലാണ് ചോദിച്ചേ, എങ്ങനെയുണ്ട്? വിജയൻ സാറേ, നമ്മള് ദീപുവിന് പെണ്ണൊക്കെ എന്താണ് അയാൾ അടിക്കുന്ന വിഷയം വരാം, മാറിയിരിക്കും. ഇവൻ കാരണം സ്പിരിറ്റ് ലോറി കടന്നു കളഞ്ഞില്ല സാർ. സാരമില്ല. താനെന്താ പറഞ്ഞ? ദീപുവിന് പെണ്ണൊക്കെ ആയി സാർ. ആ സന്തോഷ വാർത്ത സാറിന് അറിയിക്കാൻ. യെസ്, ഇറ്റ്സ് എ വണ്ടർഫുൾ ന്യൂസ്. സ്പിരിറ്റ് ലോറികൾ ഇനിയും വരും, അപ്പൊ നമുക്ക് പിടിക്കാം. എന്റെ അളിയൻ ദീപുവിന് പെണ്ണ് കിട്ടിയെന്ന വാർത്തയേക്കാൾ വലുതല്ല ആ പോയ സ്പിരിറ്റ് ലോറി. പട്ടിക്കറ്